ഓക്കെ, സോ ഇന്നത്തെ ലെറ്റ്സ് റോൾ ആക്ച്വലി സ്ട്രേറ്റ് ഫ്രോം ന്യൂ ഡൽഹിയാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ന്യൂ ഡൽഹിയിലാണ്. എൻ്റെ ബാക്കിലുള്ളത് വിവോയുടെ ഫസ്റ്റ് എവർ വിവോ ടെക് ഡേ ഇവൻ്റ് ആണ്. ബേസിക്കലി വിവോയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് വിവോ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്ന പിന്നെ ഇനി വരാൻ പോകുന്ന കുറേ ടെക്നോളജീസ്, ഈ പ്രസൻറ്റേഷനും മറ്റേതും കുറേ ഗ്രാഫ് മാത്രമല്ല ലൈവ് എക്സാമ്പിൾ, ലൈവ് ഡെമോൺസ്ട്രേഷൻ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് സീ, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ജിയോയുടെ ഒരു ബൂത്തിലാണുള്ളത്. ഇവിടെ ജിയോ അവരുടെ 5Gയുടെ മാക്സിമം സ്പീഡ് ഇപ്പോൾ എത്രയാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് മാക്സിമം സ്പീഡ് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബൂത്താണ്. സോ ഞാൻ ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം ആക്ച്വലി. സോ ഇത് നമ്മുടെ വിവോയുടെ ഫോണാണ്. വിവോയുടെ ഫോണിൽ ഇപ്പം എനിക്ക് കിട്ടുന്ന സ്പീഡാണ് 1.2 Gbps. ഞാൻ വെറുതെ ഫോട്ടോ കാണിച്ച് പോവുമല്ല, ഞാൻ ആക്ച്വൽ സ്പീഡ് കാണിച്ചു തരാം. 870, 940, 1.2, 1.1. സോ ആക്ച്വലി 1. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് 5G ടെസ്റ്റ് ചെയ്യുന്നത്. സോ 1.2 Gbps കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി ഫാസ്റ്റ്. ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും എല്ലാം, സർഫിംഗ് സ്പീഡും. ജിയോ ആക്ച്വലി ക്ലൗഡ് ഗെയിമിംഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഞാനിപ്പം ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഗെയിം റൺ ആവുന്നത് ഈ ഒരു സെൽഫോൺ അല്ല കേട്ടോ. ഈ ഗെയിം റൺ ആവുന്നത് മീരറ്റ് എന്ന ലൊക്കേഷനാണ്. ഞാൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെ അല്ല ഇത് റൺ ആവുന്നത്. സോ ഇത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ ഗെയിംസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആക്ച്വലി ലൈവ് ആണ്. ഇറ്റ്സ് ലൈവ് ഓൺ പ്ലേ സ്റ്റോർ. യു ക്യാൻ സീ ദിസ് ആക്ച്വലി ആപ്ലിക്കേഷൻ. ഇതാണ് ആപ്ലിക്കേഷൻ. ഇവിടെ ക്ലൗഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഫോൺസിലും. ഇവിടെ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഇതൊക്കെ നമുക്ക് ഫ്രീ കളിക്കാൻ പറ്റും. ബീറ്റാ വെർഷനാണ്, ആപ്ലിക്കേഷൻ്റെ ബീറ്റാ വെർഷനാണ്. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ ഒരുപാട് ഗെയിംസ് ഉണ്ട്, അവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഒരു നല്ലൊരു സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാം ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ 5G വരുമ്പം നമ്മൾ പറയാറുണ്ട് കൂടുതൽ ഹീറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അതിനെ തടയാൻ വേണ്ടിയൊക്കെ വിവോയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ വന്ന് ഷെയർ ചെയ്യും? എന്തൊക്കെയാണ് 4Gയുടെ എക്വിപ്മെന്റ് ഉണ്ട്, അതിന്റെ കൂടെ 5Gയുടെ എക്വിപ്മെന്റ് കൂടെ ആഡ് ആവും. അതെ, അപ്പോൾ കുറേ പാർട്സ് ആവും. അപ്പം ഇതെല്ലാം കൂടെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതുമല്ല സ്പീഡ്സും കൂടുതലാണ്. അപ്പോൾ 5Gയുടെ സ്പീഡും കൂടുതലാകുമ്പോൾ ഇത് പ്രോസസ്സർ ഓവർ വർക്ക് ആവും. അപ്പോൾ ഹീറ്റിംഗ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇത് തന്നെ എടുത്താൽ ഇത് കോപ്പർ ലിക്വിഡ് വേപ്പർ കൂളിംഗ് ചെയ്യുമ്പോൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇതിന് 27 ലെയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ കോമ്പണൻസ് കൂടുതലാണ്. 5Gയുടെ ഇപ്പോൾ 4Gയുടെ കോമ്പണൻസും ഉണ്ട്, 5Gയുടെ കോമ്പണൻസും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കോമ്പണൻസിനും നമുക്ക് സ്ഥലമില്ല. അത് കാരണം നമുക്ക് ഇപ്പം ഫോണിന്റെ കട്ടി കൂടും. അപ്പോൾ അത് എങ്ങനെ കട്ടി കൂടാതെ തിന്നായിട്ട് വെക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ലെയർ ഉണ്ടോ, അതിന്റെ മേളിൽ ഒരു ലെയർ ഉണ്ട്. സോ നമ്മളിങ്ങനെ സൈഡിലേക്ക് പോവാതെ നമ്മൾ മേളിലേക്ക് പോകാൻ നോക്കണം. ഇപ്പം ഞാനിപ്പം സ്റ്റാക്ക് ചെയ്യാൻ നോക്കണം. ഇത് സ്റ്റാക്കിംഗ്. താങ്ക് യു, റിയലി നൈസ്. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. സോ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വിവോയുടെ HLS, അതായത് ഹൊറൈസൺ 360 ഡിഗ്രി ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ ആണ്. ഇത് മെയിൻലി നമ്മൾ ഭയങ്കര എക്സ്ട്രീം സിറ്റുവേഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവൽ തന്നെ പിടിക്കും. ഇവിടെ കണ്ടില്ലേ, സോ ഇവിടെ പുള്ളി രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോൺസ് ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ലെഫ്റ്റിൽ മാത്രമേ വരുന്നുള്ളൂ. കാരണം റൈറ്റിൽ HLS എന്നൊരു ഫീച്ചർ ടേൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണ്. ബേസിക്കലി ജൈറോസ്കോപ്പും സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ അവർ എനേബിൾ ചെയ്യുന്നത്. സോ Zeiss എന്ന കമ്പനിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി ആക്ച്വലി വിവോ X80 Proയിൽ Zeissൻ്റെ വിവോയുടെ കൊളാബറേഷൻ കണ്ടതാണ്. അതായത് T-Star കോട്ടിംഗ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ലെൻസിൽ, ഈ ഒരു ഓപ്റ്റിക്സിൽ Zeissൻ്റെ കോട്ടിംഗ് വരുന്നില്ല, ഇവിടെ Zeissൻ്റെ കോട്ടിംഗ് ഉണ്ട്. സോ ആ റിഫ്ലക്ഷൻ കണ്ടോ, ഇവിടെ എൻ്റെ റിഫ്ലക്ഷൻ വളരെ ക്ലിയർ ആണ്, ഇത് അത്രയും റിഫ്ലക്ഷൻ ഇല്ല. Zeiss എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ലെൻസസ് ഉണ്ടല്ലോ, ഓപ്റ്റിക്സ്, അതിൻ്റെ മേളിൽ ഒരു ലെയർ അല്ല മൾട്ടിപ്പിൾ ലെയർ ഓഫ് കോട്ടിങ്സ് ആണ് ഇട്ട് തരുന്നത്. അങ്ങനെ തരുന്നതുകൊണ്ട് അകത്ത് കയറിയിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി, ഞാൻ കാണിച്ചു തരാം എൻ്റെ എക്സാമ്പിളൊക്കെ, അതുപോലത്തെ വീഡിയോസും ഫോട്ടോസാണ് കിട്ടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഈ ഒരു T-Star കോട്ടിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. 2 ഫോൺസ് വെച്ചിട്ടുണ്ട്, 2 വിവോയുടെ ഫോണാണ്. ഇതിൻ്റെ അകത്ത് T-Star കോട്ടിംഗ് ഇല്ല, ഇതിനകത്ത് T-Star കോട്ടിംഗ് ഉണ്ട്. അതേ രീതിയിൽ ഇവിടെ 2 DSLR വെച്ചിട്ടുണ്ട്, ഇതിൽ T-Star കോട്ടിംഗ് വരുന്നില്ല, ഇതിൽ വരുന്നുണ്ട്, ഇത് എഴുതിയിരിക്കൊണ്ട് കാൾ Zeiss T-Star. ഓക്കെ, ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ലൈവ് ഫീഡ്. സോ ലെഫ്റ്റിൽ കാണുന്ന ടോപ്പും ബോട്ടം ഈ ഫോണിൽ നിന്ന് വരുന്ന ഫീഡാണ്. റൈറ്റിൽ കാണുന്ന ടോപ്പും ബോട്ടം വരുന്നത്
നമ്മുടെ ക്യാമറയിലൂടെയാണ്. ഓക്കെ, ക്യാമറ ഫീഡാണ്. സോ ലെഫ്റ്റിൽ ടോപ്പിൽ T-സ്റ്റാർ കോട്ടിംഗ് ഉള്ള ഫീഡാണ് വരുന്നത് ലെഫ്റ്റ് ടോപ്പിൽ. ഓക്കെ, സോ കണ്ടില്ല കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ഉണ്ട്, ആ ഒരു മങ്ങിയ ഫീല് കിട്ടുന്നില്ല. താഴെ ഒരു ചെറിയൊരു കോൺട്രാസ്റ്റിൻ്റെ കുറവുണ്ട്, അത്രയും ഒരു എടുത്ത് കാണിക്കുന്നില്ല. അതേ രീതിയിൽ റൈറ്റ് സൈഡിൽ മേളിലുള്ളത് T-സ്റ്റാർ കോട്ടിംഗ് DSLR-ൻ്റെ ലൈവ് ഫീഡാണ്, താഴെയുള്ളത് വിത്തൗട്ട് T-സ്റ്റാർ കോട്ടിംഗ്. സോ എൻ്റെ കയ്യിൽ ഈ ഒരു ടോർച്ച് ഇരിപ്പുണ്ട്. നമ്മൾ ടോർച്ച് ഡയറക്റ്റ്ലി ലെൻസിലേക്ക് അടിച്ചാൽ തീർച്ചയായിട്ടും ലെൻസ് ഫ്ലെയർ വരും. നിങ്ങൾക്ക് കാണാം, ആ വീഡിയോയിൽ ലെൻസ് ഫ്ലെയർ കാണാൻ പറ്റുന്നുണ്ട്. DSLR ആണെങ്കിലും സ്മാർട്ട് ഫോൺസ് ആണെങ്കിലും രണ്ടിലും ലെൻസ് ഫ്ലെയർ വരുന്നുണ്ട്. പക്ഷേ മേളത്തെ എക്സാമ്പിൾ കണ്ടാവും, അതായത് വിത്ത് T-സ്റ്റാർ കോട്ടിംഗ്, അതിൽ ലെൻസ് ഫ്ലെയർ ഒട്ടുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ വളരെ കുറവാണ്. അതേ രീതിയിൽ സൈസിൻ്റെ സോഫ്റ്റ്വെയർ ലെവലിലുള്ള ഓപ്റ്റിമൈസേഷൻ ആണ്. അതായത് സൈസുമായിട്ട് കൊളാബറേഷൻ ഉള്ള വിവോയുടെ ഫോൺസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ബയോട്ടാർ മോഡ്, ഡിസ്റ്റഗോൺ, പ്ലാനർ ആൻഡ് സോണാർ വരാറുണ്ട്. ബയോട്ടാർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ലെൻസാണ്, ഈ ലെൻസിൻ്റെ എഫക്റ്റ്. സോ നമ്മൾ DSLR-ൽ ഈ ഒരു ലെൻസ് ഫിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്ത് എഫക്റ്റാണ് കിട്ടുന്നത് അതാണ് നമുക്ക് ഇവിടെ സോഫ്റ്റ്വെയർ ലെവലിൽ കൊണ്ടുവരുന്നത്. അതേ രീതിയിൽ ഇവിടെ ഡിസ്റ്റഗോൺ, ഇവിടെ പ്ലാനർ, ഇവിടെയാണ് സോണാർ. ലെഫ്റ്റ് സൈഡിലുള്ളത് വിത്തൗട്ട് V1+ ആണ്, റൈറ്റ് സൈഡിലുള്ളത് വിത്ത് V1+. സോ ക്ലിയർലി ആ ഒരു വ്യത്യാസം കണ്ടോ? കാരണം നമ്മളിപ്പോൾ വന്നത് നിങ്ങൾ കണ്ടു കാണല്ലോ, ആ ഒരു ഷോട്ട് കംപ്ലീറ്റ്ലി ഡാർക്ക് മുറിയായിരുന്നു. സോ അവർ ആ ഒരു എക്സ്പോഷറും അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. സോ ആ ഒരു ചിപ്പാണ് ബേസിക്കലി ഈ ഒരു ചിപ്പ്. കണ്ടില്ലേ, ചെറിയൊരു സാധനമാണ്, വളരെ വളരെ ചെറിയ സാധനമാണ്, പക്ഷേ എഫക്റ്റ് അടിപൊളിയാണ്. ഓക്കെ, ഇനി ക്ലോസപ്പ് ഒന്നും പോകാൻ പറ്റില്ല, മാക്രോ മോഡിലൊക്കെ പോകേണ്ടി വരും. ചെറിയൊരു ചിപ്പാണ്. സോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെഡ്മില്ലിൻ്റെ മേളിലാണ്. എൻ്റെ കയ്യിൽ ഉള്ളത് 2 വിവോയുടെ ഫോണാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫോണിൽ അൾട്രാ വൈഡിൽ ജിമ്പിൾ ഉണ്ട്, ജിമ്പിൾ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ഉണ്ട്, അതിൻ്റെ കൂടെ എല്ലാം ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം വരുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഡിസ്പ്ലേ കുറച്ചും കൂടി സ്മൂത്തറാണ്, അല്ലെങ്കിൽ നല്ല സ്മൂത്താണ്. റൈറ്റ് സൈഡിലുള്ള ഡിസ്പ്ലേ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഓടുമ്പോഴൊക്കെ ചാടുമ്പോഴൊക്കെ അത് ഇങ്ങനെ ഒരു ബ്ലറി ആയിട്ട് വൈബ്രേറ്റ് ആവുന്നുണ്ട്. അത് മാത്രമല്ല, ഈവൻ ദ വീഡിയോ ക്വാളിറ്റി ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി വീഡിയോ വരുന്നുണ്ട്, സ്റ്റേബിൾ വീഡിയോ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി എല്ലാം കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. സോ റൈറ്റ് സൈഡ് കുറച്ചും കൂടി ബ്ലറിയാണ്. സോ ദാറ്റ്സ് ബേസിക്കലി ദ അഡ്വാൻറ്റേജ് ഓഫ് ജിമ്പിൾ സ്റ്റെബിലൈസേഷൻ. ഈ ഒരു സെക്ഷൻ ആയിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ബേസിക്കലി. കാരണം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വിവോയുടെ X Fold ആണ്. ഓക്കെ, സോ ഇവിടെ കുറേ വിവോ X Fold വെച്ചിട്ടുണ്ട്, ഞാൻ അതിന് ഒരെണ്ണം എടുക്കാൻ പോകണം. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മുടെ വിവോ X Fold, ഒരു വിവോയുടെ ഒരു ഫോൾഡബിൾ ഫോണാണ്. കണ്ടില്ലേ, ആ സൗണ്ട് അടിപൊളിയാണ് കേട്ടോ. ക്ലോസ് ആകുമ്പോൾ വളരെ ഒരു കോർപ്പറേറ്റ് ഒഫീഷ്യൽ സൗണ്ട് പോലെ തോന്നുന്നുണ്ട്, കൊള്ളാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ആണ് ഇതിൻ്റെ ഹിഞ്ച്. സോ വിവോ പറയുന്നതനുസരിച്ച് വിവോ ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ച് ഉണ്ടല്ലോ, ഇതാണ് ബേസിക്കലി വിവോയുടെ ഹിഞ്ച്. ഈ ഹിഞ്ച് ഉള്ളത് കൊണ്ട് പൊതുവേ കാണുന്ന ക്രീസ് ഉണ്ടല്ലോ, ഫോൾഡബിൾ ഫോൺസിൽ കാണുന്ന ക്രീസ് അതിനേക്കാളും കുറഞ്ഞ ക്രീസ് ആയിരിക്കും എന്നാണ് വിവോ പറഞ്ഞിരിക്കുന്നത്. നോർമലി ഫോൾഡബിൾ ഫോൺസ് ആണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ് വരാറുള്ളത്. നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇത്തവണ കാരണം അതിൻ്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഡിസൈൻ ലെവൽ ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരാറുണ്ട് ഡിസൈൻ ലെവലിൽ. പക്ഷേ വിവോ പറയുന്നതനുസരിച്ച് ആ ഒരു തടസ്സങ്ങളൊക്കെ അവർ മറികടന്നാണ് ഈ ഒരു സ്ക്രീനിൽ മാത്രമല്ല 2 സ്ക്രീനിലും, ഔട്ട്സൈഡ് സ്ക്രീൻ ആണെങ്കിലും ഉള്ളിലാണെങ്കിലും രണ്ടിലും ആ ഒരു ഫിംഗർ പ്രിൻറ്റ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, അതും അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കാണിച്ചു തരാം, വർക്കിംഗ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഔട്ടർ സ്ക്രീൻ, ഇതാണ് ഇൻസൈഡ് സ്ക്രീൻ. സോ രണ്ടിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വർക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ 2 ഡിസ്പ്ലേസും ഔട്ട്സൈഡ് ആണെങ്കിലും ഇൻസൈഡ് ആണെങ്കിലും രണ്ടിലും 120 ഹെർട്സിൻ്റെ സ്മൂത്ത് റിഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഇൻസൈഡ് ഡിസ്പ്ലേ, കണ്ടില്ലേ. സോ പുറത്തുള്ള ഡിസ്പ്ലേ കുറഞ്ഞ റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ സംഭവമൊന്നുമില്ല, രണ്ടും ഈക്വലി സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ്, സ്മൂത്ത് ഡിസ്പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. വെരി നൈസ്. ഓക്കെ, ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. സോ വിവോയുടെ വിവോ V23 സീരീസിൽ വന്നൊരു ഫീച്ചറാണ് കളർ ചേഞ്ചിങ് ബാക്കിൻ്റെ ഫീച്ചർ. വീണ്ടും V25 സീരീസിൽ വന്നു. ഈ 2 ഫോൺസിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ കളർ എന്തായാലും ചേഞ്ച് ആവുന്നുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്നൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ പാറ്റേൺസ് ഉണ്ടായിരിക്കും. അതായത് ഓരോ ഫോണിലൊരു പാറ്റേൺ കാണും. ഒരുപക്ഷെ നമുക്ക് ആ പാറ്റേൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ ആവാം, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഫോട്ടോ ആവാം. സോ ഞാനിപ്പം ഈ ഒരു ഫോൺ ആദ്യം ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അൾട്രാ വയലറ്റ് റേസിലാണ് വെച്ചിരിക്കുന്നത്. ലൈറ്റിൽ കണ്ടില്ലേ,
ആ ഒരു പാറ്റേൺ കണ്ടില്ലേ, വളരെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. സോ നമ്മൾ ഈ ഒരു ഫോൾഡ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കണ്ടു. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ഇപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സെയിം എക്സൈറ്റ്മെന്റ്, സെയിം ഇൻട്രസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. PPT അല്ലെങ്കിൽ എഴുത്ത് മാത്രമല്ല, പ്രാക്ടിക്കൽ ലൈവ് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് സെഗ്മെന്റ് ആണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓക്കെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.